നമുക്കറിയാം, നമ്മൾ എന്തെല്ലാം ചെയ്താലും ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജീവിതം വിജയിപ്പിക്കാനാവുകയുള്ളൂ. ദൈവശക്തി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ പ്രകടമാകണമേ. എന്താ പ്രാർത്ഥിക്കണ്ടേ? ദൈവമേ, നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പ്രകടമാകണമേ. ദൈവശക്തി. പിന്നെ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഈരടി ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ പ്രകടമാകണം. ഞാൻ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും മനസ്സിലാകുന്ന, നമ്മളെപ്പോഴും ഇന്ന് പകൽ സമയം മുഴുവനും ചർച്ച ചെയ്ത വിഷയമെന്നെടുത്താൽ മതി. നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു. ഫുഡിനെ കുറിച്ച് സംസാരിച്ചു, ആരോഗ്യത്തെക്കുറിച്ച് സംസാരിച്ചു, നടക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു, എക്സസൈസിനെ കുറിച്ച് സംസാരിച്ചു. നമുക്ക് ശരീരത്തിൻ്റെ മണ്ഡലത്തിൽ ഉള്ള സുഖം, സന്തോഷം, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു. നമ്മൾ മൊബൈൽ തുറന്നാലും TV തുറന്നാലും ആരോഗ്യമണ്ഡലം, ആരോഗ്യമേഖല, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആശങ്കയാണ്. ഗുളിക കഴിച്ചോ, കണ്ണിലും മരുന്നൊഴിച്ചോ, ചെവിയിലും മരുന്നൊഴിച്ചോ, ഷുഗർ ഇന്ന് കൂടിയിട്ടുണ്ടോ, കൊളസ്ട്രോളിൻ്റെ അളവ് ഇന്ന് എന്തായി കാണും, അറ്റാക്ക് എപ്പം വരത്തില്ല, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു, ചിന്തിച്ചു, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിച്ചു. ഇതുകൂടാതെ ആരോഗ്യമില്ലാത്തവരെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. 2, നമ്മുടെ മനോമണ്ഡലത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായി. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ, മനസ്സിൻ്റെ സന്തോഷം, മനസ്സിൻ്റെ ഡാൻസ്, മനസ്സിനെ സുഖപ്പെടുത്തുന്ന വീഡിയോകൾ, ക്രിക്കറ്റ്, മനസ്സിനിഷ്ടമുള്ള കൂട്ട്, പ്രണയം, മനസ്സിനിഷ്ടമുള്ള സംഭവങ്ങൾ, അങ്ങനെ മനസ്സുമായി ബന്ധപ്പെട്ട് പൈസ, ബാങ്ക് ബാലൻസ്, ഇന്ന് ഇൻട്രസ്റ്റ് എത്ര കൂടി, ഈ ഡിപ്പോസിറ്റ് എന്ന് പിൻവലിക്കാൻ, എത്ര പേരെ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കാൻ ഉയർത്താം. അപ്പം ഇങ്ങനെയൊക്കെ മനസ്സിൻ്റെ മണ്ഡലത്തിൽ മനസ്സിന് സുഖം തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചർച്ച ചെയ്തു. അതേസമയം മനസ്സിന് വിഷമം ഉണ്ടാക്കിയ കാര്യങ്ങൾ, മനസ്സമാധാനം നഷ്ടപ്പെടുത്തിയത്, പ്രശ്നമുള്ളായത്, അതെല്ലാം ഇന്നത്തെ മണ്ഡലമാണ്. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തും ഇടപഴകുകയും നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചും, നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചും, മനസ്സിൻ്റെ സുഖപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചും, ഇങ്ങനെ ജീവിച്ച് നമ്മൾ 3ാമതൊരു മണ്ഡലം, അതാണ് ആത്മമണ്ഡലം, സ്പിരിച്വൽ വേൾഡ്. ഈ മണ്ഡലം ഇച്ചിരിയുള്ളൂ, ചുരുങ്ങിയിരിക്കുക. അതുകൊണ്ടാണ് ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റാതാകും. ഒരു ക്ഷീണം വരും, ഒരു ഡിസ്റ്റർബൻസ് തോന്നും, ഇടക്കെട്ട് പിടിച്ച് കെട്ടിയിടാൻ തോന്നും. അങ്ങനെ ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സ് ചുരുങ്ങിപ്പോവും, ഒരു ഉറക്കമൊക്കെ വരും. വചനം കേൾക്കുമ്പോൾ, ദൈവിക കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണെന്നറിയാമോ കാര്യം? നമ്മുടെ ശരീരമണ്ഡലവും മനസ്സിൻ്റെ മണ്ഡലവും എപ്പോഴും ആക്റ്റീവാണ്. ആത്മമണ്ഡലം തുറക്കപ്പെടാൻ ആകെപ്പാടെ അവസരം കിട്ടുന്നത് പള്ളിയിൽ 10 മിനിറ്റ് ഒരു പ്രസംഗം, ഒരു ആരാധനയ്ക്കിടയ്ക്ക് ഇച്ചിരി സമയം പ്രസംഗം, ഇതൊക്കെ ഉള്ളൂ നമുക്ക് സമയം. അത് കേട്ട് ബാക്കി 23.25 മണിക്കൂറും നമ്മൾ ഈ മണ്ഡലങ്ങളിലും ഇങ്ങനെ തുറന്നു നിൽക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഒരു സ്പിരിച്വൽ വേൾഡ് ബ്രേക്ക് ചെയ്യണം. ഒരു സ്പിരിച്വൽ വേൾഡ് നമുക്കുണ്ട്, അത് തുറന്നു കിട്ടണം. ഹല്ലേലൂയ. സർവ്വരെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രൈസ്തലോടും ഹല്ലേലൂയൊക്കെ പറയുമ്പോൾ അറിയാതെ നമ്മുടെ ആത്മമണ്ഡലത്തിലൊരു ഉണർവിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ബോധപൂർവം നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം തരുന്ന കാലമാണ് നോമ്പുകാലം. ഇപ്പം ഈ നോമ്പുകാലത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആത്മമണ്ഡലത്തിലെ ഒരു വിഷയമാണ്. കാരണം ബൈബിൾ എപ്പോഴും സംസാരിക്കുന്നത് ആത്മീയ മണ്ഡലത്തിലെ വിഷയങ്ങളാണ്. കാരണം എന്താണെന്നറിയോ? ആത്മമണ്ഡലം തുറന്നാൽ നമ്മിൽ വലിയൊരു ശക്തി പ്രകടമാകും. പിന്നീട് നമ്മുടെ ജ്ഞാനം തുറക്കും,
ഓർമ്മശക്തി തുറക്കും, ഏകാഗ്രത തുറക്കും. നമുക്ക് നമ്മളിലേക്ക് ആളുകൾ അടുക്കാൻ തുടങ്ങും. സമ്പത്ത്, രാജ്യത്തെ ദൈവം കുലുക്കും, സമ്പത്ത് നമ്മുടെ അടുത്തേക്ക് വരും. എല്ലാ മേഖലകളിലും പ്രിയപ്പെട്ടവരെ വളർച്ച ഉയർച്ച ഉണ്ടാകുന്നത് സ്പിരിച്വൽ വേൾഡ് തുറന്നു കിട്ടുമ്പോഴാണ്. അതുകൊണ്ടാണ് SQ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്, സ്പിരിച്വൽ കോഷ്യൻസ്. IQ ഉണ്ട്, ബുദ്ധിയുടെ മണ്ഡലമാണ്, ഇന്റലിജന്റ് കോഷ്യൻസ്. പിന്നീട് IQ, EQ എന്ന് പറയുന്നത് ഇമോഷണൽ കോഷ്യൻസ്, വൈകാരിക മണ്ഡലം, മനോമണ്ഡലമാണ്, വൈകാരിക പക്വത. അങ്ങനെ സാഹിത്യകാരന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, നല്ല ഉപദേശം തരുന്നവരുണ്ട്, ടീച്ചേഴ്സുണ്ട്, അധ്യാപകരുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്. ഇതൊക്കെ മനോമണ്ഡലം നല്ല മോട്ടിവേഷൻ തരുന്നവരുണ്ട്, EQ. എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു മണ്ഡലമുണ്ട്, അതാണ് SQ, സ്പിരിച്വൽ കോഷ്യൻസ്. ഇത് തുറന്നു കിട്ടിയാൽ, ഈ ആത്മമണ്ഡലം തുറന്നു കിട്ടിയാൽ, ആത്മാവിൽ നിന്നാണ് നമ്മുടെ ഇച്ഛാശക്തിയും ഇന്റലക്റ്റും വളരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കണേ. നമ്മുടെ ആത്മാവിൻ്റെ 2 ഫാക്കൽറ്റിയാണ് വിൽ പവർ ആൻഡ് ഇന്റലക്റ്റ്. നിങ്ങൾ ഫിലോസഫി പരിശോധിച്ച് നോക്കിയാൽ മതി, തത്വശാസ്ത്രത്തെ പഠിപ്പിക്കുന്നതാണ്. ഇന്റലക്റ്റ് ആൻഡ് വിൽ എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ്, നമ്മുടെ ബുദ്ധിശക്തി, ഇത് രണ്ടും പുറപ്പെടുന്നത് ആത്മാവിൽ നിന്ന്. അതുകൊണ്ട് ആത്മമണ്ഡലം തുറന്നാൽ നമ്മുടെ തീരുമാനങ്ങൾ പാളിപ്പോകത്തില്ല. നല്ല ഇച്ഛാശക്തിയുള്ളവരായി മാറും, ഉറപ്പുള്ള, ധൈര്യമാണ്. എന്ത് പ്രശ്നം വന്നാലും നേരിടും, ധൈര്യം. നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലം തുറന്നു കിട്ടും, ജ്ഞാനം, അറിവ്, വിവേകം, ഇതെല്ലാം തുറന്നു കിട്ടും, ഓർമ്മശക്തി, ഏകാഗ്രത. അതുകൊണ്ട് ഈ സ്പിരിച്വൽ വേൾഡ് തുറന്നു കിട്ടണമെന്ന് പറയുന്ന നിസ്സാര കാര്യമാണ്. അത് നമ്മുടെ ഭൗതിക മണ്ഡലവും മനോമണ്ഡലവും അനുഗ്രഹിക്കപ്പെടാനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സ്പിരിച്വൽ വേൾഡ് തുറന്നു കിട്ടും. പക്ഷേ ഈ സ്പിരിച്വൽ വേൾഡിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പോരാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് സ്പിരിച്വൽ വേൾഡ് നമ്മുടെ ആത്മമണ്ഡലത്തെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ മക്കളെ? ദാരിദ്ര്യമല്ല. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം രോഗമല്ല, ക്യാൻസർ അല്ല, കോവിഡൊക്കെ വന്ന് പോയി, കോവിഡ് ഒന്നും അല്ല. ഇതെല്ലാം പ്രശ്നമാണ്. പക്ഷെ മേജർ പ്രോബ്ലം എന്താണെന്നറിയാമോ? അതിൻ്റെ പേരാണ് സിൻ, പാപം. നമ്മുടെ ആത്മമണ്ഡലം തുറക്കാൻ സാധിക്കാത്ത വിധം ബ്ലോക്കാക്കുന്നതാണ് പാപം. ക്യാൻസർ ഒരു വലിയ പ്രശ്നമാണ്. നമുക്കറിയാം, ക്യാൻസർ വന്ന് ഇന്ന് എൻ്റെ ഒരു നമ്മുടെ നമുക്ക് ഇന്ന് കേട്ട ഒരു വിഷയമാണ്. ഒരു സഹോദരൻ നമ്മുടെ ഇടവകയിലേക്കൂടെ അംഗപ്പെട്ട ഒരാളാണ്. ഇതിന് 12 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ക്യാൻസറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുകയുള്ളൂ. എല്ലാ ഹോസ്പിറ്റലും തള്ളി, മെഡിക്കൽ കോളേജുകളും തള്ളി. കാരണം അത് ഇനിയും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 12 ലക്ഷം വേണം. വലിയൊരു പ്രോബ്ലമാണ്. ആ വീടിന് അത് താങ്ങാൻ പറ്റാത്തൊരു വിഷയം. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ ശ്രദ്ധിക്കണേ, ഈ ക്യാൻസർ രോഗം വന്ന ഒരാള് കാലൊടിഞ്ഞ് ആശുപത്രി വന്നെന്ന് വെച്ചു. ആശുപത്രിക്കാര് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഏതിനായിരിക്കും എന്നറിയാമോ? ആദ്യമേ നോക്കുന്നത് കാലൊടിഞ്ഞു, ശരിയാണ്. കാലൊടിഞ്ഞതിനേക്കാളും മേജർ പ്രശ്നം എന്താ? ക്യാൻസറാ, അല്ലേ? ക്യാൻസറിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനാ. കാരണം കാലൊടിഞ്ഞത് സെറ്റിൽ ചെയ്യാൻ പറ്റും, മറ്റേത് ജീവൻ അപകടത്തിലുള്ള. അതുപോലെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നമ്മളെ കർത്താവ് പഠിപ്പിക്കുന്നതാണ്. ഈ ലോകത്തിലെ രോഗങ്ങളെക്കാളും ക്യാൻസറിനേക്കാളും വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് പാപം. വെറുപ്പ്, അഹങ്കാരം, അസൂയ, ക്ഷമയില്ലായ്മ, അശുദ്ധ പ്രയോഗങ്ങൾ, ഗോസിപ്പിംഗ്, മറ്റുള്ളവർക്കെതിരെ ഉള്ളത്, വൈരാഗ്യം,
അശുദ്ധി, ചെറിയ കാര്യങ്ങളിൽ പോലും കള്ളം പറയുക. ഇത് ക്ഷയരോഗം വരുന്നതിനേക്കാളും, എയ്ഡ്സ് വരുന്നതിനേക്കാളും, കോവിഡ് വരുന്നതിനേക്കാളും, ക്യാൻസർ വരുന്നതിനേക്കാളും അപകടമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ആത്മമണ്ഡലം ബ്ലോക്കാകും. കോവിഡ് വന്നാൽ പിന്നെയും പരിഹാരമുണ്ട്. TB വന്നാലും നമുക്ക് പുലിയനാർക്കോട്ടെ പോയി ചികിത്സിക്കാം. നമുക്ക് ഏത് രോഗം വന്ന പരിഹാരമുണ്ട്. പക്ഷേ ബൈബിൾ പറയുകയാണ് ക്യാൻസർ രോഗികൾ നരകത്തിൽ പോകുമെന്ന് ബൈബിൾ പറയുന്നുണ്ടോ? കോവിഡ് വന്നു അതുകൊണ്ട് നിങ്ങളെല്ലാം നരകത്തിൽ പോകുമെന്ന് പറയുന്നുണ്ടോ? പക്ഷേ വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? വെളിപാട് 21-ന്റെ 8-ാം വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ആർക്ക്? കാപട്യക്കാർ എന്ന് പറഞ്ഞാൽ നുണ പറയും, കള്ളം പറയുന്നവർ. തീയും ഗന്ധകവും എരിയുന്ന തടാകവും. തൊട്ടനും പിടിച്ചതിന് കള്ളം പറയും, പറ്റിക്കുക. ഒന്നുകൂടെ വായിച്ച വചനം. എന്നാൽ ഭീരുക്കൾ ബൈബിളില് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ദൈവമേ, ഏറ്റവും ആദ്യമേ നരകത്തിൽ പോകുന്ന ആളുകളുടെ ലിസ്റ്റിൽ ഒന്നാമത് എഴുതിയിരിക്കുന്നത് വെളിപാട് 21-ന്റെ 8. എന്താണെന്നറിയാമോ? ഭീരുക്കൾ. പേടിച്ചു കഴിയുക. മനുഷ്യനെ പേടി, ആളുകളെ പേടി, ആൾക്കൂട്ടം പേടി, അട്ടയെ പേടി, പുഴുവിനെ പേടി, ഇരുട്ട് പേടി, പരീക്ഷ പേടി, അങ്ങനെ വെരുണ്ട് നടക്കുന്ന ആളുകൾ ഭീരുക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൈര്യശാലികൾ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭീരുക്കൾ. അടുത്ത വചനം. അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ. കാപട്യം, അതായത് മുഖം മൂടി വെച്ച് നടക്കുക, ഒരിക്കലും സത്യം പറയത്തില്ല, വെച്ചുകെട്ടലുകളുമായി നടക്കുക, ജീവിതവും പ്രവൃത്തിയും തമ്മി ചേമ്പലെ കിടക്കുന്ന വെള്ളം കണക്കെ യാതൊരു കണക്ഷനും ഇല്ല, തെന്നി പോവുക, ആളുകളെ പറ്റിച്ച് ജീവിക്കുക, മാതാപിതാക്കളോട് കള്ളം, സഹോദരങ്ങളോട് കള്ളം, വീട്ടുകാരോട് കള്ളം, കുംഭസാരത്തിൽ മറച്ചു വെക്കുക, ഒന്നും ഏറ്റുപറയാതെ, പാപത്തെ ഒന്നും വെളിപ്പെടുത്താതെ, കർത്താവിനോട് പറയാതെ, ഇങ്ങനെ കാപട്യം കാണിച്ചുകൊണ്ട് പാപം ചെയ്തിട്ടും പിന്നെയും വന്ന് വിസ്തുർബാന സ്വീകരിക്കും. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഓക്കെയാണ്. അച്ഛനെങ്ങാണ് എന്തെങ്കിലും വിചാരിച്ചാലോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മാവേ നശിച്ചു. അവരെ കുറിച്ച് പറയുന്ന കാപട്യക്കാർ, എന്നിവരുടെ ഓഹരി, അവകാശം, ഇവർക്ക് സമ്മാനമുണ്ട്. എന്ത്? തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. മരിക്കുമ്പോ തീ, ഗന്ധകം, എരിയുന്ന തടാകം, പിന്നൊരിക്കലും ഒരു തിരിച്ചു വരവില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ബൈബിള് പറയുന്നു, നമുക്ക് ക്ഷയരോഗം വന്നാലും, എയ്ഡ്സ് വന്നാലും, കോവിഡ് വന്നാലും, ക്യാൻസർ വന്നാലും നമ്മൾ നരകത്തിൽ പോകുമെന്ന് പറയുന്നില്ല ബൈബിൾ. പക്ഷേ പാപം എന്ന് പറയുന്ന ഒരു മേജർ പ്രോബ്ലമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത വചനമോ? വീണ്ടും ഒരു വചനം പറയാണ്, ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു. അതായത് അഹന്ത വിട്ടുകൊടുക്കത്തില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, ചില തീരുമാനങ്ങൾ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, കല്ലുപോലെ നടക്കുകയാണ്, ഒരു മാറ്റവും ഇല്ല. ഞാനിങ്ങനെ ചെയ്തു, എനിക്കിത് മതി, ഇങ്ങനെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ അഹങ്കാരി. വചനം പറയാണ്, ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു. ദൈവം കോവിഡ് വന്നവരെ എതിർക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ടോ? ക്യാൻസർ വന്നവരെ എതിർക്കുന്നുണ്ടോ? ഇല്ല.
ദൈവം അഹങ്കരിക്കുന്നവരെ എതിർക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മനസ്സിൽ അഹന്ത, ആത്മീയ അഹന്തകളുണ്ട്, സൽപ്പേരിൻ്റെ അഹന്തകളുണ്ട്, കുടുംബമഹിമയുടെ അഹന്തകളുണ്ട്, അറിവിൻ്റെ അഹന്തകളുണ്ട്. നമുക്കിങ്ങനെ കുറേ അഹന്തകളുണ്ട്. അഹങ്കാരം ഞാൻ പറയുന്നത് എനിക്കറിയാവുന്നേ, ആരും എന്നെ പഠിപ്പിക്കണം. ഇതാണ് അഹങ്കാരം. ഇവരെ നോക്കി വചനം പറയുകയാണ്, ഇങ്ങനെയുള്ളവരെ ദൈവം എതിർക്കുക. ദൈവം നമ്മളെ എതിർത്താൽ പിന്നെ നമുക്ക് നിലനിൽപ്പുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പിടിവാശിയും മാത്സര്യബുദ്ധിയും നമ്മൾ ഈ ഇങ്ങനെ വടംവലി കൊണ്ടൊക്കെ ജീവിച്ച ദൈവം നമ്മളെ എതിർക്കുമെന്ന് എൻ്റെ ദൈവമേ, അതൊക്കെ കേൾക്കുമ്പോൾ ശംഖ് പൊടിയണം. ദൈവം നമ്മളെ എതിർക്കുന്നാലോചിച്ച് നമ്മൾ വന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ, ദൈവം നമ്മളോട് പറയാണ് പോടാ. ദൈവം നമ്മളെ എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പില്ല. അതുണ്ടാകാതിരിക്കട്ടെ. വലതുതരം പ്രതി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. മത്തായിയുടെ സുവിശേഷം 1:21. അതായത് ബൈബിളിലെ ആദ്യത്തെ പ്രോമിസ്, പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം എന്താണെന്നറിയാമോ? രോഗം സുഖപ്പെടുത്തി തരാമെന്നല്ല, ക്യാൻസർ മാറ്റിത്തരാമെന്നല്ല. നമ്മുടെ ബൈബിളിൽ പുതിയ നിയമത്തിൽ ആദ്യത്തെ പ്രോമിസ് മത്തായി 1:21. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇത് ജോസഫിനോട് ദൂതൻ പറഞ്ഞ വചനമാണ്. ജോസഫിനോട് പറഞ്ഞു, മറിയം ഒരു പുത്രനെ പ്രസവിക്കും. ജോസഫേ, നീ അവന് യേശു എന്ന് പേരിടണം. അടുത്ത വചനം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇതാണ് പ്രോമിസ്. പാപങ്ങളിൽ നിന്ന് ഇതിനാണ് ഈശോ വന്നത്. ഈശോ വന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നാണോ? അല്ല. പുതിയ നിയമത്തിന്റെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യമല്ല, രോഗമല്ല, പാപമാണ്. ഞാൻ ആവർത്തിക്കുന്നു, പുതിയ നിയമത്തിന്റെ ഒന്നാമത്തെ കൺസേൺ, ഒന്നാമത്തെ ശ്രദ്ധ നമ്മുടെ ദാരിദ്ര്യം മാറ്റുക എന്നുള്ളതല്ല, വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, രോഗം മാറ്റി സുഖപ്പെടുത്തുക എന്നല്ല, മറിച്ച് അവൻ തന്റെ ജനത്തെ അവരുടെ പറഞ്ഞേ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ആ വചനം ഒന്നേറ്റ് പറഞ്ഞേ, അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സിന്നാണ്, പാപമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ബൈബിൾ ഞാൻ വളരെ ശ്രദ്ധയോടെ ഇരുന്ന ഒരു കാര്യം മനസ്സിലാക്കട്ടെ. അതായത് ഒരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകം എടുക്കുക. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം. അതായത് പഴയ നിയമത്തിൽ ഒരാൾക്ക് ദൈവഭയമുണ്ടോ? ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ടാണ്. ദൈവഭയം ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ദൈവഭയമില്ല, ദൈവത്തെ പേടിയില്ല, ദൈവഭയമില്ലാതെ പോകുന്നു. പഴയ നിയമത്തിൽ, പഴയ കാലങ്ങളിൽ ആളുകൾക്കുള്ളൊരു കാര്യം ദൈവത്തെ പേടിയുണ്ടായിരുന്നു, ദൈവഭയം. ഇപ്പം നമ്മൾ പള്ളി വന്നാലും നമ്മളിങ്ങനെ എല്ലാം കണ്ടും കേട്ടും ദൈവഭയമില്ലാതായി.
പഴയ നിയമത്തില് ഒരാൾക്ക് ദൈവഭയമുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വചനം, പ്രായം ചെന്ന് നരച്ചവരുടെ മുൻപിൽ ആദരപൂർവം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. എന്നിട്ട് പറയാണ്, നിന്റെ ദൈവത്തെ ഭയപ്പെടുക. ശ്രദ്ധിക്കണേ, അതായത് പഴയ നിയമത്തിൽ ഒരു ചെറുപ്പക്കാരൻ പ്രായം ചെന്ന് നരച്ച മുടിയുമായിട്ട്, 5-6 പേരുണ്ട്, ഈ നരച്ച മുടിയും കൊണ്ട് നിൽക്കുന്ന അവരുടെ മുൻപിൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന, ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്ന അവനെ കുറിച്ച് പഴയ നിയമത്തിൽ പറയും ദൈവഭയമുള്ള കുഞ്ഞാന്ന് പറയും. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിലുണ്ടല്ലോ, 1 പത്രോസ് 2:17, 1 പത്രോസ് 2:17, അതിനകത്ത് പറയുന്നത് എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവിൻ. എല്ലാവരെയും ബഹുമാനിക്കുക, നരച്ചവരെ മാത്രമല്ല എല്ലാവരെയും ബഹുമാനിക്കുവിൻ. നമ്മുടെ സഹോദരരെ സ്നേഹിക്കുവിൻ. ദൈവത്തെ ഭയപ്പെടുവിൻ. ദൈവത്തെ ഭയപ്പെടുവിൻ എന്ന് പറഞ്ഞ പുതിയ നിയമത്തിൽ ശ്രദ്ധിക്കണേ, എല്ലാവരെയും ബഹുമാനിച്ചാൽ ദൈവഭയമുണ്ട് എന്ന് മനസ്സിലാവും. എൻ്റെ പ്രിയപ്പെട്ട പഴയ നിയമത്തിൽ നമുക്ക് ദൈവഭയമുണ്ടോ എന്ന് മനസ്സിലാകണമെങ്കിൽ പ്രായം ചെന്ന് നരച്ചവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ എല്ലാവരെയും ബഹുമാനിക്കാനാണ് പറയുന്നത്. എല്ലാവരെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം, മാതാപിതാക്കൾ മക്കളെ ബഹുമാനിക്കണം. ബഹുമാനത്തോടെ നമുക്ക് സംസാരിക്കാൻ പറ്റും, ഒരു സ്നേഹത്തോടെ ആദരവോടെ സംസാരിക്കാം. അപ്പം തീരുമാനിക്കാം നമുക്ക് ദൈവഭയമുണ്ടെന്ന്. ദൈവഭയം എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്നതല്ല, നമുക്ക് ആളുകളോട് ബഹുമാനത്തോടെ ഇടപെടാൻ പറ്റിയ, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണാൻ പറ്റിയ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവഭയം ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ അപരിചിതരായിട്ട് ആരെങ്കിലും വന്നാൽ നമ്മൾ എന്ത് ഭവ്യതയോടെ അവരോട് ഇടപെടുന്നേ അല്ലേ? ഒരാൾ പരിചയമില്ലാത്ത ഒരാൾ കയറി വന്നു, ആരാ, എവിടുന്നാ, എന്താ, വന്നാട്ട്, ഇരിക്കെ, നമ്മളെന്ത് ഭവ്യത. എന്നാൽ എല്ലാ ദിവസവും കാണുന്ന ഭാര്യയോടോ, എല്ലാ ദിവസവും കാണുന്ന മക്കളോടോ, അമ്മയോടോ, പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവഭയം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ പറയുന്നത് എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു അഭിഷേകം. അതുകൊണ്ടാണ് ബൈബിളിൽ പുതിയ നിയമത്തിൽ ഈ കാര്യം, നമ്മളിലുള്ള ഈ പാപ അവസ്ഥയെ ബൈബിൾ എപ്പോഴും ട്രീറ്റ് ചെയ്യും. പാപാവസ്ഥയെ, ഇത് വലിയ അപകടമാണ്, ഇത് ക്യാൻസറിനേക്കാൾ വലിയ അപകടമാണ്. അതുകൊണ്ട് ഇതിനെയാണ് ബൈബിൾ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അടിഞ്ഞുകൂടി കിടക്കുന്ന ചില ചിന്താഗതികൾ, ചില പാപ സാഹചര്യങ്ങൾ, പാപത്തിൻ്റെ ശക്തികൾ ഉണ്ട്. പ്രിയപ്പെട്ടവർ, ഇതാണ് പുറത്തു വരുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു കുപ്പി, അരക്കുപ്പി തേങ്ങാവെള്ളം അങ്ങോട്ട് എടുത്തുന്ന ഒരു കുപ്പിക്കകത്ത് ഒരു അരക്കുപ്പി തേങ്ങാവെള്ളം, കരിക്കും വെള്ളം, ഇതെടുത്ത് നമ്മൾ ശരിക്കിട്ട് അങ്ങോട്ട് കുലുക്കി അങ്ങോട്ടിട്ട് കുലുക്കി, ഇങ്ങോട്ടിട്ട് കുലുക്കിയിട്ട് തുറന്ന് നമ്മളിത് കുടിച്ചു. ഇത് പാവയ്ക്ക ജ്യൂസ് ആകുമോ ഇത്രയിട്ട് കുലുക്കിയതുകൊണ്ട്? പിന്നെന്നാവും? കള്ളാവും. അയ്യോ, എന്നാവും? ആ കരിക്കും വെള്ളം തന്നെ. ഇത്രയും ഇട്ട് കുലുക്കിയാലും കരിക്കും വെള്ളം ഉള്ളിൽ കരിക്കും വെള്ളം തന്നെ. പ്രിയപ്പെട്ട, നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചില സ്വഭാവങ്ങൾ, അത് നന്മയുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സത്യസന്ധതയുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ നമ്മളെ ആളുകൾ എത്ര കുലുക്കിയാലും ഉള്ളിൽ നിന്ന് കരിക്കും വെള്ളമേ വരും, മധുരമേ വരും. നമ്മൾ പറയാറുണ്ട്, അവൻ എന്നോട് അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് ഞാൻ കോപിച്ചേ, അവരെന്നെ ടെൻഷൻ പിടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തേ, അവരെന്നെ പ്രൊവോക്ക് ചെയ്യിച്ചുകൊണ്ടാ ഞാൻ എൻ്റെ. അതല്ല പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉള്ളിൽ കയ്പ് കിടക്കുന്നത് കൊണ്ടാണ് ഉള്ളിൽ നിന്ന് പുറത്തിത് വന്നത്. അതുകൊണ്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാനാണ് പുതിയ നിയമം. ആളുകളോട് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഉള്ളിൽ ഈ കയ്പ് കിടപ്പുള്ളത് കൊണ്ടാണ്. കരിക്കും വെള്ളമായിരുന്നു എങ്കിൽ മധുരമേ വരത്തുള്ളൂ. എത്ര ഇട്ട് കുലിക്കാലും, കീഴ്മേൽ മറിച്ചാലും, ചവിട്ടിയാലും, തൊഴിച്ചാലും, കോടാലിക്കൈ കൊണ്ട് കരിക്കിനിട്ട് വെട്ടിയാലും കരിക്കിനകത്ത് തന്നെ വരും മധുരം, വെള്ളം വരും, മധുരം.
എന്നാ നാരങ്ങ, ചെറുനാരങ്ങ എന്നാ രസം, മഞ്ഞ നല്ല രസം. സൂചി കൊണ്ടൊന്ന് കുത്തിയാ എന്നതാ വരുന്നേ? പൊളിച്ചതേ വരും. അപ്പം ഇതാണ് നമ്മുടെ കർത്താവ് പുതിയ നിയമത്തെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ നിങ്ങളുടെ ഒരു വിഷയം നമ്മുടെ ഈ ആത്മമണ്ഡലത്തെ കൈകാര്യം ചെയ്യണം. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈ ആത്മമണ്ഡലത്തെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ, പുതിയ നിയമം കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, രോഗങ്ങളോ ദാരിദ്ര്യമോ കഷ്ടപ്പാടുകളോ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമല്ല പുതിയ നിയമം ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീടില്ലാത്തതോ നമ്മൾ കടബാധിതരായതോ ഒന്നുമല്ല പുതിയ നിയമം ചർച്ച ചെയ്യുന്നത്. മത്തായി 12:36, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വൃദ്ധവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ആ വചനം ഒന്ന് ഏറ്റു പറയാമോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവമേ, ഇത് കേട്ടിട്ട് എനിക്ക് നമ്മൾ പറയുന്ന എടാ മരങ്ങോട, എടാ പോഴ, എടാ അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മളെല്ലാം കേട്ടിട്ടില്ലേ? സിനിമയിലൊക്കെ പറഞ്ഞത് കേട്ടിട്ടൊക്കെ നമ്മൾ വലിയ ഗൗരവത്തിൽ അതൊക്കെ പഠിച്ചിട്ടൊക്കെ പറയുന്ന കാര്യങ്ങൾ. വ്യർത്ഥവാക്കിനും ദൈവം ഭാഗം കണക്ക് കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ട് കർത്താവ് ഇത്ര ചെറിയ കാര്യം പോലും ഗൗരവമുണ്ടെന്ന് പറയാൻ കാര്യം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ആത്മമണ്ഡലം. ബൈബിൾ ചർച്ച ചെയ്യുന്നത് സിൻ, പാപം എന്നൊരു വിഷയം. അതിന് കുമ്പസാരത്തിൽ പറഞ്ഞ പാപമോചനം, പാപപ്രതി പ്രാപിക്കണം. ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന പാപം വളരെ സീരിയസ് ഇഷ്യൂ ആയിട്ടാണ് ബൈബിൾ എടുക്കുന്നത്. അതുകൊണ്ട് മേജർ പ്രോബ്ലം ഓഫ് അവർ ലൈഫ് ഈസ് നോട്ട് പോവർട്ടി ബട്ട് സിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയ, സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇതിനെ ടാർഗറ്റ് ചെയ്യണം. പഴയ നിയമത്തിൽ ഒരു സംഭവമുണ്ട്. പഴയ നിയമത്തിലെ സംഭവങ്ങളൊക്കെ നമ്മുടെ ആത്മമണ്ഡലത്തിലെ സംഭവങ്ങളായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കാം. ഉദാഹരണത്തിന് ദാവീദ് കവിണയിൽ കല്ലെടുത്ത് വെച്ച് നെറ്റിത്തടത്തിൽ എറിഞ്ഞ് തറയിലിട്ട ആളിന്റെ പേരെന്താ? 5 കല്ലെടുത്ത് വെച്ച് അല്ലേ? ആരെയാ? ഗോലിയാത്ത്. അപ്പൊ ദാവീദും ഗോലിയാത്തും നമുക്കറിയാം. ബൈബിളിൽ ഒന്ന് സാമുവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം ശ്രദ്ധിച്ച് കേൾക്കണേ. 1 സാമുവേൽ 17-ന്റെ 51-ാം വാക്യം. 1 സാമുവേൽ 17-ന്റെ 51. ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിന്റെ മേൽ കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്ന് വലിച്ചു, അവനെ കഴുത്ത് വെട്ടിമുറിച്ച് കൊന്നു. ഫിലിസ്ത്യർ തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടത് കണ്ട് ഫിലിസ്ത്യർ ഓടിയകന്നു. ചാമ്പ്യനെ ആര് കൊന്നു? ദാവീദ് കൊന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ ശ്രദ്ധിക്കണേ. അതായത് ഈ ഫിലിസ്ത്യരുടെ മേലല്ല ഈ ദാവീദ് അറ്റാക്ക് ചെയ്യാൻ പോയത്. ഈ ഫിലിസ്ത്യരുടെ ഒരു നേതാവുണ്ട്, ഗോലിയാത്ത്, ചാമ്പ്യൻ, ഈ മല്ലൻ. ദാവീദ് ഇവനെയാണ് അറ്റാക്ക് ചെയ്തിട്ടത്. ഇവനെ കൊന്നു കഴിഞ്ഞപ്പോ, ഇവൻ താഴെ വീണെന്നറിഞ്ഞപ്പോ ഫിലിസ്ത്യര് മുഴുവനും തോറ്റോടി. ഇപ്പൊ പ്രധാന പ്രശ്നം നമ്മുടെ ജീവിതത്തില് ഈ ചാമ്പ്യനെ കൊല്ലുക എന്നുള്ളത്. പാപത്തിന്റെ പ്രവൃത്തികളല്ല, പാപത്തിന് കാരണമായ ഒരു ചാമ്പ്യൻ ഉണ്ട് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. അതിന്റെ പേരാണ് ദുർമോഹം. ഈ ദുർമോഹത്തെ നമ്മൾ നേരിടണം. ഈ ചാമ്പ്യൻ വീണാൽ ഫിലിസ്ത്യർ ഓടിക്കൊള്ളും, ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാവും. അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പ്രധാന പ്രശ്നമായിട്ട് പാപത്തെ അവതരിപ്പിക്കുക. അതിനെ പരാജയപ്പെടുത്തിയാൽ നമ്മൾ വിജയിക്കും. അതിനുവേണ്ടി ദൈവം നമുക്ക് ഒരുപാട് വ്യായാമം കണക്കെ, എക്സസൈസ് കണക്കെ ഇതിനെ നോ നോ
വേണ്ട, പറ്റില്ല, എനിക്ക് അവകാശപ്പെട്ടതല്ല, എനിക്കിത് വേണ്ട, എൻ്റെ ദൈവം അനുവദിച്ചിരുന്നല്ലോ, ഇത് മതി. ഇങ്ങനെ നമ്മളെ തന്നെ നിയന്ത്രിച്ച് പ്രിയപ്പെട്ടവരെ കൃപയിൽ നിൽക്കണം. ഒരു കാലം കഴിയുമ്പോൾ ഈ കൃപ നമ്മളെ പൊതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു, എൻ്റെ അച്ഛാ, എനിക്ക് സ്വയംഭോഗം എന്ന് പറഞ്ഞൊരു പാപത്തിൽ നിന്ന് മോചനമില്ല, അടിമയാ. എനിക്ക് ആളുകളെ, പെൺകുട്ടികളൊന്നും കാണാൻ വയ്യ, അതുപോലെ ഒരു പാപത്തിലാണ് എൻ്റെ അച്ഛാ, എനിക്ക് വയ്യ, മടുത്ത. ഞാൻ പറഞ്ഞു, മോനെ, ഒറ്റ വഴിയുള്ളൂ, ഇതിനെ നിയന്ത്രിക്കാൻ നീ തീരുമാനമുണ്ട്. നിന്റെ ശരീരത്തെ നീ നിയന്ത്രിക്കണം. വീണാൽ കുമ്പസാരിക്കണം, കുമ്പസാരിച്ച് പറഞ്ഞ് പാപമോചനം പ്രാപിക്കണം, പിന്നെ നിയന്ത്രിക്കണം. ഞാൻ ഒത്തിരി ശ്രമിച്ചു. ഞാൻ പറഞ്ഞു തീർന്നില്ല, വീണ്ടും വീണ്ടും ശ്രമിക്കണം. അപ്പൊ ഇവന് ചോദിച്ചൊരു ചോദ്യം, എന്തിനാ കർത്താവ് ഈ പ്രായം മുതലേ, കുഞ്ഞുനാൾ മുതലേ ഇങ്ങനൊരു പ്രേരണ തരുന്നേ, പാപം തരുന്നേ? ഇത് കല്യാണപ്രായം ആകുമ്പോഴത്തേനൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രലോഭനയുടെ മനസ്സിലാക്കുക. ഇത് ഉള്ള സമാധാനം കളഞ്ഞ്, ഉള്ള ശുദ്ധി നഷ്ടപ്പെടുത്തി, എൻ്റെ ദൈവം പഠിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധ പറ്റുന്നില്ല, പല വിചാരങ്ങൾ കൊണ്ട് ഞാൻ തകർന്നു കഴിയുക എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ കൊടുത്തൊരു ഉപദേശം ഇത്രയേ ഉള്ളൂ. ഞാൻ പറയും, മോനെ, നീ ഈ തിന്മയെ സ്വന്തം ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ തിന്മയെ, ഈ തഴക്കദോഷത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ച് വീണ്ടും പരാജയപ്പെടും. പക്ഷെ വീണ്ടും നിയന്ത്രിച്ച് കർത്താവിൻ്റെ നാമത്തിൽ കുമ്പസാരിച്ച് വചനം വായിച്ച് ജപമാല ചൊല്ലി നീ ഇതിനെ നേരിട്ട് ഇതിനെ നീ ഓവർകം ചെയ്യുന്നില്ലെങ്കിൽ, മോനെ, നീ കല്യാണം കഴിഞ്ഞാലും നീ വേലി പൊളിച്ചു വെളി പോകുന്നു. നിന്നെ ആത്മനിയന്ത്രണത്തിന്റെ അരൂപിയാൽ അഭിഷേകം ചെയ്യാൻ വേണ്ടി ദൈവം നിനക്ക് തന്നിരിക്കുന്നതാണിത്. ഇതിനെ നീ നേരിടണം. Sin is a major problem in your life. ഇതിനെ നേരിട്ട് അതിജീവിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ, എൻ്റെ പൊന്നുമോനെ, നീ വിവാഹം കഴിഞ്ഞാലും നിന്റെ വിശ്വസ്തത കാത്തു സൂക്ഷിക്കാൻ പറ്റാതാവും. അതുകൊണ്ട് നീ ഇതിനെ നേരിട്ട് അതിജീവിക്കുക. അതിനുള്ള കൃപ കർത്താവ് നിനക്ക്. കൃപമതി ദൈവപിതാവേ, കൃപമതി. പടാമോ? കൃപമതി, കൃപമതി, ദൈവപിതാവിന്റെ കൃപമതി. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കൃപമതി, അപ്പാ, കൃപമതി, ദൈവപിതാവിന്റെ കൃപമതി. കണ്ണുകളൊന്ന് അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ചേർന്നൊന്ന് സ്വരം ഉയർത്തി പാടാമോ? കൃപമതി, കൃപമതി, ദൈവപിതാവിന്റെ കൃപമതി. അപ്പം പിതാവേ, ആഗ്രഹമുണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ, ഈ പാപത്തെ അതിജീവിക്കാൻ, എൻ്റെ മനസ്സിന്റെ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന സകല തിന്മകളെയും അതിജീവിക്കാൻ. പരിശുദ്ധനെ പലപ്പോഴും സാധിക്കുന്നില്ല. കാരണം പലപ്പോഴും പാപം എൻ്റെ ശരീരത്തിൻ്റെ മേൽ ഭരണം നടത്തുന്നു. കാരണം ഞാൻ നിയമത്തിന് കീഴ്പ്പെട്ടവനായി ജീവിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ സഹായിക്കണമേ. കൃപമതി, കൃപമതി, ദൈവപിതാവിന്റെ കൃപമതി. കൃപമതി, കൃപമതി, ദൈവപിതാവിന്റെ കൃപമതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രധാന പ്രശ്നം ബൈബിൾ പഠിപ്പിക്കുന്ന പാപമാണ്. അതിനെ കീഴ്പ്പെടുത്തിയാൽ, പരാജയപ്പെടുത്തിയാൽ ബാക്കി മണ്ഡലങ്ങളിലെല്ലാം ദൈവം ഇറങ്ങി വന്ന് നിൽക്കും. ദൈവം ഇറങ്ങി നിന്നാൽ വിജയം.
നിസ്സാരമായി നമ്മൾ ജീവിതം വിജയിപ്പിക്കും. ദൈവം ഇറങ്ങി വന്ന് നിൽക്കും. കാരണം പാപവും വിശുദ്ധിയും ഒന്നിച്ചു പോവില്ല. അതുകൊണ്ട് പാപത്തെ ഒഴിവാക്കിയാൽ ദൈവത്തിന്റെ പരിശുദ്ധി വന്നിറങ്ങി നിൽക്കും. പിന്നീട് വിജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാവീദ് ഫിലിസ്ത്യരെ ലക്ഷ്യമാക്കിയായിരുന്നു യുദ്ധം ചെയ്തിരുന്നെങ്കിൽ പിന്നെയും അവര് ശക്തി ആർജിച്ചേനെ. പക്ഷേ ദാവീദ് ഗോലിയാത്തിനെ അറ്റാക്ക് ചെയ്തു. ഗോലിയാത്ത് വീണപ്പോ ഫിലിസ്ത്യർ ഓടിപ്പോയി. ജീവിതത്തിന്റെ പാപമെന്ന വിഷയം, അതാണ് ചാമ്പ്യൻ, നമ്മളെ തകർക്കുന്ന ചാമ്പ്യൻ, നമുക്കെതിരെ നിൽക്കുന്ന ഗോലിയാത്ത്. അതിനെ നമ്മൾ അഡ്രസ് ചെയ്യണം. അതിനെ അഡ്രസ് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ബാക്കി മണ്ഡലങ്ങളെല്ലാം ഒരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് കുഞ്ഞുങ്ങൾക്ക് കരപ്പൻ വരും. കരപ്പൻ കേട്ടിട്ടുണ്ടോ? കരപ്പൻ, അതേതപ്പൻ, എന്താ പറയുക, കരപ്പൻ, ചെറിയ ചെറിയ ചിണുങ്ങ് ഇങ്ങനെ കാലിലും കയ്യിലും ഒക്കെ ഇങ്ങനെ വരും. അപ്പോൾ പണ്ട് ഇത് കഷായമൊക്കെ ഉള്ളിൽ കൊടുക്കുന്നതിന് മുമ്പ് ഈ കരപ്പന് വേണ്ടി ഓയിൻമെൻറ്റുകളൊക്കെ പുരട്ടുന്ന ഒരു കാലമുണ്ട്. എന്ന് പറഞ്ഞാൽ ശരി പച്ചില മരുന്നുകളൊക്കെ. പിന്നീടാണ് ഈ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കണ്ടുപിടിച്ചത്. ഈ ആൻറ്റിബയോട്ടിക് ഉള്ളിൽ കൊടുക്കും. ഓയിൻമെൻറ്റ് ഇല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കരപ്പനൊക്കെ അങ്ങ് പോകും കുഞ്ഞുങ്ങളുടെ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മളുടെ പ്രശ്നം ഉള്ളിലെ നമ്മുടെ മനസ്സിൻ്റെ ഈ ആത്മമണ്ഡലത്തിലെ വ്യാപാരങ്ങളാണ്. ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ആൻറ്റിബയോട്ടിക് കിട്ടണം. അപ്പോൾ നമ്മുടെ പുറമേയുള്ള അസുഖങ്ങളൊക്കെ മാറും. ദ പവർ ഓഫ് സിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പാപത്തിന്റെ ഒരു ശക്തിയുണ്ട്. ദ പവർ ഓഫ് സിൻ. നമ്മൾ എത്ര ശ്രമിച്ചാലും പാപത്തിന്റെ പ്രവൃത്തി കുറച്ചു നാളത്തേക്ക് നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റും. പക്ഷേ there is an energy, there is a power of sin. പാപത്തിന്റെ ഒരു ശക്തി. അത് ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് ചെയ്ത തഴക്ക ദോഷങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അതിനെ വേണം എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ നേരിടേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപത്തെ പാപമെന്ന് വിളിക്കുന്നതൊന്നും പാപമല്ല. ഉദാഹരണത്തിന് പുകവലി, മദ്യപാനം, വ്യഭിചാരം, മോഷണം, കൊലപാതകം, ഇതൊക്കെയാണ് നമ്മളുടെ പാപങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ വചനത്തിൽ കുറെ കൂടി ആഴപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകും പാപത്തെ വിളിക്കുന്ന പേരുകള് പുകവലി, മദ്യപാനമെന്നോ വ്യഭിചാരമെന്നോ മോഷണമെന്നോ കൊലപാതകമൊന്നും അല്ല. നമ്മൾ പാപത്തെ അസൂയ, അഹങ്കാരം, ആസക്തി, കോപം, അരിശം, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ വിളിക്കും. കാരണം നമ്മൾ കുറെ കൂടി മനസ്സിലാക്കി ഇത് പുറത്തെ വിഷയങ്ങളല്ല, ഇതെന്റെ ഉള്ളിലെ വ്യാപാരങ്ങളാ, വാഴ്ചകളാ, ഉള്ളിൽ അധികാരങ്ങളായി വാണു കഴിയുന്ന, എനിക്ക് കീഴ്പ്പെടുത്താനാവാത്ത വിധം എന്നിൽ ജയമെടുത്തു നിൽക്കുന്ന നെഗറ്റീവ് എനർജികളാ, എൻ്റെ ഉള്ളിൻ്റെ ആത്മമണ്ഡലത്തെ ഇരുട്ടാക്കി കളയുന്ന തിന്മയുടെ ശക്തികളാ. ഇതാ പുറത്തു വരുന്ന പുകവലിയായിട്ട്, മദ്യപാനമായിട്ട്, ഇതാണ് കൊലപാതകമായിട്ട്, ഇതാണ് വ്യഭിചാരമായിട്ട് ഇങ്ങനെ വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ റൂട്ട് മനസ്സിലാക്കി നമുക്ക് പ്രവർത്തിക്കാനായിട്ടാണ്. അതുകൊണ്ട് ഈശോ വന്നത് പാപത്തിന്റെ വേര് നശിപ്പിക്കാനാണ്, പാപത്തിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനല്ല. യേശു വന്നത് പാപത്തിന്റെ വേര്. അതുകൊണ്ടാണ് മത്തായി 3:10 യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, മത്തായിയുടെ സുവിശേഷം 3:10 വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു. വൃക്ഷങ്ങളുടെ വേരിന് എന്ത് വെച്ചു? കോടാലി വെച്ച് കഴിഞ്ഞു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച്. എന്നിട്ട് പറയാണ്, എന്റെ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം അയ്യോ, ഈശോ പറഞ്ഞൊരു വചനമാണ്. എന്റെ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റപ്പെടും, വേരോടെ പിഴുതു മാറ്റപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് യേശു വന്നത് ദ റൂട്ട് ഓഫ് സിൻ,
വേര് നശിപ്പിക്കാനാണ്. വേര് നശിച്ചു കഴിഞ്ഞാൽ ഈ പുറത്തെ ഈ പ്രവൃത്തികളെല്ലാം ഉണങ്ങിപ്പോവും, ഫിലിസ്ത്യരെല്ലാം ഓടിപ്പോവും. അതുകൊണ്ട് വന്നുപോയ വീഴ്ചകളെക്കുറിച്ച് നന്നായി അനുദപിച്ച് കർത്താവിൻ്റെ മുൻപിൽ എന്നിലെ ഈ ആസക്തികൾ എന്നിൽ ഇനിയും വേണമെന്നുള്ള ചിന്ത, സ്വാർത്ഥത, അഹങ്കാരം, അസൂയ, സംശയം, സാഡിസം, പെർഫെക്ഷനിസം എന്നിൽ രൂപപ്പെട്ടിരിക്കുന്നതായ ചില ചിന്താഗതികളൊക്കെ ഉണ്ടല്ലോ. ഞാനിങ്ങനെ കൊണ്ടു നടക്കുന്ന ശരിയെന്ന് കരുതി എൻ്റെ വഴികൾ മരണത്തിലേക്ക് എന്നെ നയിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് രക്ഷിക്കാനാണ് ഈശോ വന്നത്. കൃപമതി കൃപമതി ദൈവപിതാവിൻ്റെ കൃപമതി 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 ദൈവപിതാവിൻ്റെ കൃപമതി. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കണക്കെ ഞങ്ങളുടെ ആത്മമണ്ഡലത്തിൽ ആരോഗ്യം തരണമേ. കർത്താവേ, അവിടുത്തെ വിശുദ്ധി ഞങ്ങൾക്ക് പകരണമേ. അങ്ങ് നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കുവെന്നാണ് കർത്താവ് പറയുന്നത്.